മനുഷ്യജന്മല്ലടാ മോനെ ഇതിനെ. നീ എന്ത് ക്രൂരതയടാ അനുമോളോട് ചെയ്യുന്നത്? ഒരു മനുഷ്യജന്മം ആണോ നീ? ഇങ്ങനെ പാടില്ലേ കുട്ടികൾ? നിന്റെ എന്ത് ഗെയിമെന്ന് പറയുന്നതൊക്കെ? ഒരാളെ ചൂഷണം ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ? എല്ലാവരും അനുമോളമേ കിട്ടണുള്ള കിടന്ന് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ബെസ്റ്റ് ഫ്രണ്ടായി അതില അവളെ എന്ത് കളിയാണ് കളിക്കുന്നത്? അവളെ എത്രയും മുന്നേ ഔട്ടായി പോകേണ്ട പെൺകുട്ടിയാണ്. അവളൊന്നും അവിടെ ബിഗ് ബോസിൽ പാടില്ല. അവൾ അങ്ങനത്തെ ഒരു സാധനമാണ്. അതുപോലെ തന്നെ നിതിൻ, അവനും അതെ. ഓ, ഇങ്ങനെ ഉണ്ടല്ലോ ഓരോ ജന്മങ്ങൾ. കുറേ തിന്നണം, എന്നിട്ട് ഇങ്ങനെ ആടി മലന്ന് ഇങ്ങനെ നടക്കണം. എന്ത് സ്വഭാവം മോനെ ഇതൊക്കെ? എവിടെ നിന്ന് പഠിച്ചു വരുന്നു മോനെ ഇതൊക്കെ? ആ പെൺകുട്ടീനൊക്കെ യാതൊരു വക കൊടുക്കില്ല. ഇങ്ങനെ എപ്പോഴും ഇത്രതേ ആൾക്കാരുണ്ടെങ്കിൽ നീ അവളമ്മക്കിട്ട് തന്നെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണ്ടല്ലോ. എന്ത് കളിയാണ് നീ കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഒരു ജന്മം മാഷ. നിന്നൊന്നും മനുഷ്യന്മാരെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല മോനെ. എപ്പോഴും ആ പെൺകുട്ടിയിൽ ഇങ്ങനെ ഒരു പരിധിയില്ലേ? നമ്മൾ ഒരു അത്രയ്ക്കും ക്ഷമേര് നെല്ലിപ്പടി വരെ എത്തുന്നവരേക്ക് നീ കാട്ടിക്കൂട്ടുണ്ട്. എളുപ്പമല്ല മോനെ നിന്നെയൊക്കെ വെച്ച് പൂജിക്കാനായിട്ട്. എന്ത് കളിയാണ് നീ കളിക്കുന്നത്? ആ പെൺകുട്ടിക്ക് ഒരു തൊഴിലും കൊടുക്കില്ല. എന്ത് ശരി ചെയ്താലും തെറ്റ് ചെയ്താലും എല്ലാവരും കൂടി കൂട്ടായിട്ട് ആക്രമിക്കുക ചെയ്യുന്ന അനുമോള. അവളൊന്ന് ക്യാപ്റ്റൻ ആവുന്നതിന് എന്തോ ഒരു വിഷമം അവിടെ ഉള്ളവർക്കൊക്കെ എന്നറിയാം. അതിന് വേണ്ടിയിട്ട് നല്ല ലെവലിലല്ല നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നത്. നല്ല ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട് എന്താ അവളെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ ഒരു അതിലും കൂതില് എന്തൊരു സാധനം ഉണ്ട്. അപ്പം അത് നീ എന്തോ അവിടെ പണിയെടുക്കുന്നത് അവിടെ? നീ എപ്പോഴും വാട്ടവെള്ളം മറ്റേ ചായ മറിച്ച ചായ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ. നിനക്കൊന്നൊരു നല്ലൊരു ചായ വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്തുകൂടെ? ഒന്നും കണ്ടിട്ടില്ലല്ലോ അവർക്ക്. അമ്പോ എപ്പോഴും ഇങ്ങനെ കുശുമ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കന്നെ. എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും മക്കൾക്കൊക്കെ ജീവിതം? ഇതൊന്നും നല്ല കാര്യമല്ല മോളെ. ഒരു നല്ല ലെവലിൽ കളിച്ച് വരുന്ന പെൺകുട്ടികളൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് നമുക്കൊക്കെ ഒന്ന് ഇഷ്ടപ്പെടാൻ നിൽക്കുമ്പോൾ അവൾ അതിലും വലിയൊരു വൃത്തിയിട്ട കളി കളിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും കൂടിയിട്ട് അനുമോളമേ കിട്ടുന്നുണ്ട്. അവൾക്ക് നോക്കിയൊക്കെ വോട്ട് നല്ലോണം കിട്ടുകയും ചെയ്യും, അവൾ ജയിക്കുകയും ചെയ്യും. ഷാനവാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അനീഷും അവർ മൂന്നാളും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അവർക്ക് തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ആര്യനൊക്കെ ഒരുവിധം ഒരു ഡീസൻ്റായി വന്നിട്ടുണ്ട്. പക്ഷെ അനുമോളമേ കിട്ടാൻ എല്ലാവരും കയറുന്നുണ്ട്. എന്താ അതിൻ്റെ ഉദ്ദേശം എന്നറിയില്ല. അതുപോലെ തന്നെ അവൾക്ക് വോട്ടും കൂടുതൽ കിട്ടണം മക്കളെ. നിങ്ങൾ നോക്കിക്കോ, അവളെ ഇട്ട് കരയിപ്പിക്കുന്നതിനുള്ളത്. അതിലും കൂതിലും ഇതിനും മര്യാദയ്ക്ക് അവരെപ്പോഴേ ഔട്ടാക്കേണ്ട സമയം കഴിഞ്ഞു എന്നറിയാം. നമുക്ക് ചെന്നിട്ട് അവരെ പുറത്താക്കാനും തോന്നുന്നു.